പരാതിയാണ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടീസ് നൽകി, നോട്ടീസ് അത് പച്ചക്കള്ളമാണത്. ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിന്റെ മറ്റ് വിശദാംശങ്ങളും ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് പച്ചക്കള്ളമാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് വാ അടച്ചു വെക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും കള്ളമാണ് അത്. നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അത് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ രാഹുൽ ഈശ്വർ ജയിലിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ റിമാൻഡ് കാലാവധി 14 ദിവസം കഴിഞ്ഞാൽ പുറത്ത് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിക്ക് കൊടുക്കുമോ ഒന്നും അറിയില്ല. ഇപ്പോൾ ദീപ രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ഫുള്ള് കള്ളത്തരം പറയുന്നുണ്ടല്ലേ. അതായത് നോട്ടീസ് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ നോട്ടീസ് കൊടുത്തിട്ടില്ല. വെറും 4 മണിക്ക് വന്നിട്ട് ചോദ്യം ചെയ്യാനാണെന്ന് വിളിച്ചു വരുത്തി. പിന്നെ ആദ്യം ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള വകുപ്പ് അതിൽ തിരികെ കയറ്റി. പിന്നെ അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ലാപ്ടോപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, അത് ഇന്നലെ വീഡിയോയിലുണ്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് ലാപ്ടോപ്പ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് ചെയ്തത്. പക്ഷേ എന്തായാലും ഇവരറിഞ്ഞുകൊണ്ട് കളിച്ച് ലോക്കാക്കി തന്നെയാണ് രാഹുൽ ഈശ്വറിനെ. പക്ഷേ രാഹുൽ ഈശ്വർ ഇതുകൊണ്ടൊന്നും തോൽക്കില്ല എന്നാണ് പറയുന്നത്. ആളകത്ത് പോയിട്ട് നിരാഹാരം കിടക്കും എന്നൊക്കെ പറയുന്നത്. ഒന്നും അറിയില്ല. എന്തായാലും അതിനകത്ത് പോയി അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും ആളിനെ ലോക്കാക്കി. കള്ളത്തരങ്ങൾ ഫുള്ളായി പറഞ്ഞിട്ടാണ് ലോക്കാക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഭാര്യയുടെ ദീപയുടെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട്. പത്രക്കാർ തന്നെ സങ്കടമായ ന്യൂസ് ഒന്നും അറിയാതെ വായിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സങ്കടമൊക്കെ ഉണ്ട്. പിന്നെന്താണ് ഇപ്പോൾ നമ്മുടെ നിയമവും പിന്നെ പേര് പറഞ്ഞില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ മാധ്യമങ്ങളിൽ ന്യൂസ് ചാനലുകളിൽ പെൺകുട്ടിയുടെ വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഒരു കേസും ഇല്ല. കാരണം പെൺകുട്ടി അവർക്കത് കേസ് കൊടുക്കില്ലല്ലോ. ഇതാ കളിയാണല്ലോ കളി. ഇതൊരു എന്താ പറയുക, ഇതിപ്പോൾ എന്തോ ഒരു ഡീല് നടക്കാതെ ഇങ്ങനെ ഇത് സംഭവിക്കില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഒരാളെ സംസാരിക്കാൻ വരാൻ പാടില്ല. സംസാരിക്കാൻ വന്നാൽ അവരെ ലോക്കാക്കണം. അതിനാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ലോക്കാക്കിയത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഞാൻ രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന്. പക്ഷേ ഫുള്ളായിട്ട് രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. തെറ്റുകൾ ചെയ്തിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ. തെറ്റ് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ രാഹുൽ മങ്കൂട്ടത്തിൽ എന്നെ തെറ്റ് ചെയ്യാത്ത വലിയ നല്ലൊരു മനുഷ്യനും ആ പെൺകുട്ടി മാത്രം തെറ്റ് ചെയ്തവരുമായിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കരുത്. ഫസ്റ്റൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഓവറായിട്ട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പറയുമല്ലോ. അങ്ങനെ സംഭവിച്ചതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും ഇനി 14 ദിവസം കഴിഞ്ഞ് വരുമോ അതോ ഇനി ഇവർ ബെയിലിന് മൂവ് ചെയ്യുമോ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ബെയിലിന് മൂവ് ചെയ്യുമെന്നാണ് ഭാര്യ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും വായ അടപ്പിക്കുകയാണ് സംസാരിക്കുന്നവർക്കെതിരെ. അതിജീവിത എന്ന് പറഞ്ഞ് ഈ ലോകത്ത് വേറെ ആർക്കും ഒന്നുമില്ല. അങ്ങനെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.